ഷഹീൻബാദിൽ നിന്നാണ് ഈ പ്രതി കേരളത്തിലെത്തി ഈ തീവണ്ടിക്ക് തീവച്ചത്. അപ്പോൾ ആ തീവണ്ടിക്ക് തീവച്ച കേസിലെ പ്രതി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിനാണ് തീവച്ചത്. ഈ തീവെപ്പുണ്ടായി. ആ കേസിലെ പ്രതിയായിരുന്ന ഷാറൂഖ് സൈഫിയെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒളിച്ചിരിക്കുന്ന നിലയിൽ പിടികൂടി. 2 ദിവസം കഴിഞ്ഞു. ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. എന്നിട്ട് ഈ കേസിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് സമ്മതിക്കാൻ കേരള പോലീസ് തയ്യാറായില്ല. മഹാരാഷ്ട്ര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലെ തീവ്രവാദ വിരുദ്ധ സംഘം ഇവരെ അറസ്റ്റ് ചെയ്ത് കേരള പോലീസിന് കൈമാറിയ ഈ പ്രതിയെ കൊണ്ടുവന്നപ്പോൾ വഴിക്ക് വെച്ച് വണ്ടി കേടായി, ടയറ് പൊട്ടി. എന്നിട്ട് ഈ പ്രതിയെ പിടികൂടി എന്നുള്ളത് ആദ്യമായി വെളിപ്പെടുത്തിയ കേരളത്തിലെ IG പി വിജയനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് തെളിയിക്കുന്ന എല്ലാ വസ്തുതകളും പുറത്തു വന്നിട്ടും കേരള പോലീസ് തീവ്രവാദ ബന്ധം പറയാൻ മടിച്ചു നിന്നു. ഒടുവിൽ UAPA ചുമത്തി NIA നേരിട്ട് കേസെടുക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തീവ്രവാദ ആക്രമണമുള്ള കേസാണെന്ന് കേരള പോലീസ് സംബന്ധിച്ചത്. അതായത് കേരള പോലീസ് ഒതുക്കാൻ പെടാപ്പാടുപെട്ട ഒരു കേസായിരുന്നു ഇത്. അതിന് ട്രെയിനിന് തീ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കുട്ടി ഉൾപ്പെടെ 3 പേർ പൊള്ളലേറ്റ് തീവണ്ടിയിൽ നിന്ന് ചാടി കൊല്ലപ്പെടുകയും ചെയ്തു. 3 മരണമുണ്ടായി. ആ കേസിലെ പ്രതിയായ ഷാറൂഖ് സൈഫി തനിക്ക് ജാമ്യം കിട്ടണം എന്നാവശ്യപ്പെട്ട് NIA കോടതിയിൽ ഹർജി കൊടുത്തു. അയാൾ പറയുന്നത്, എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ ഏപ്രിൽ 2021 രാവിലെ ഏപ്രിൽ 6 അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 2 തീയതിയോ 3 തീയതിയോ സംഭവം നടക്കുന്നത്. 6 തീയതി എന്നെ അറസ്റ്റ് ചെയ്തു. എനിക്ക് രേഖാമൂലം ഒരു നോട്ടീസ് തരാതെയാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യ ഹർജിയിലെ വാദങ്ങളാണ്. 1. 2, ഈ കേസിലെ വിചാരണ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജയിൽ മോചിതനാക്കണം, എനിക്ക് ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന ഈ കൊടുംഭീകരൻ കേരള പോലീസിൻ്റെ, കേരള സർക്കാരിൻ്റെ, കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഓമനയായ ഷാറൂഖ് സൈഫി ജാമ്യ ഹർജി കൊടുത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.